അമ്മേ, ഞാൻ ഇത്രമാത്രം പാപിയാണോ? ഈ നരകത്തിൽ ഒരു ദിവസം കഴിയാൻ എനിക്കാവില്ലമ്മേ. കരയുന്ന പൊന്നു മക്കളെയൊന്നു കൈപിടിക്കാൻ മാടായിക്കാവില്ലമ്മേ. താങ്ങാൻ കഴിയാത്ത ദുഃഖത്തോടെ മക്കളുടെ പായയിൽ ചെന്നു കിടന്നു കരഞ്ഞു. മേരിയോട്ട് വാഴും സ്വരൂപത്തോട് അംഗത്തിനു ചെല്ലാൻ കോലസ്വരൂപത്തു നിന്ന് തരക് വന്ന കാര്യം ആങ്ങളമാർ നേർപ്പെങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചെത്തിയ ശേഷം നമ്പറോടൊപ്പം പോകാമെന്ന് പറഞ്ഞപ്പോൾ മാക്കം പൊട്ടിക്കരഞ്ഞു. നാത്തൂന്മാർ കാട്ടുന്ന അനാദരവും പരിഹാസവും തനിക്ക് താങ്ങാനാവില്ലെന്നവൾ കരഞ്ഞു പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരുമെല്ലാം ഇനി നിങ്ങൾ മാത്രമാണെന്നും ഈ നേർപ്പെങ്ങളെ കുരുതി കൊടുക്കരുതെന്നും മാക്കം യാചിച്ചു പറഞ്ഞെങ്കിലും ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അടുത്ത ദിവസം എല്ലാവരും യാത്ര പറഞ്ഞു കടന്നുപോയി. ഒരു ദിവസം തറവാട്ടിലേക്ക് എണ്ണയും കൊണ്ടുവരാറുള്ള വാണിയനമ്മൻ തറവാട്ട് മുറ്റത്തെത്തി. ആരെയും പുറത്ത് കാണാതിരുന്നതിനാൽ എണ്ണ കൊണ്ടുവന്ന കാര്യം ഉറക്കെ വിളിച്ചറിയിച്ചെങ്കിലും നാത്തൂന്മാരും പുറത്തിറങ്ങാതെ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. തൊട്ടുകൂടാത്ത താൻ ഇരുട്ടറയിലാണെന്നും എണ്ണഭരണി എത്തി വലിഞ്ഞ് അകത്തളത്തിൽ വെക്കണമെന്നും മാക്കം വാണിയനമ്മനോട് വിളിച്ചു പറഞ്ഞു. ആദരവോടെ മാക്കം പറഞ്ഞതനുസരിച്ച് എമ്മൻ എണ്ണഭരണി അകത്ത് വെച്ച് തിരിച്ചു പോരാൻ ഭാവിക്കെ പെട്ടെന്ന് മുന്നിൽ ചാടി വീണ 11 നാത്തൂന്മാരും എമ്മനോടിങ്ങനെ പറഞ്ഞു. ആണുങ്ങൾ ആരും തറവാട്ടിലില്ലെന്നറിഞ്ഞ നീ ഇന്ന് കരുതിക്കൂട്ടി ഒരുങ്ങി മാക്കത്തെ കാണാൻ വന്നതല്ലേ? ഏതായാലും നന്നായി. ചുക്കും ചൊറിയും വന്ന നമ്പറെ പണ്ടേ അവൾ കറപ്പായിരുന്നു. എന്തിനു തിരിച്ചു പോന്നു? ഇവിടെ തന്നെ നന്നായി തേച്ചു കുളിച്ചുറങ്ങാമല്ലോ. നാത്തൂന്മാരുടെ വാക്കുകേട്ട് അലമുറയിട്ട മാക്കം തൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ആർത്തു കരഞ്ഞു. കഥയറിയാതെ പൊന്മക്കൾ ആ അമ്മയുടെ മാറിൽ ചേർന്നു നിന്നു. തൻ്റെ തലയിലെഴുത്തിൻ്റെ നിർദ്ധയത്വം ഓർത്ത് വിലപിച്ച മാക്കത്തെ ആശ്വസിപ്പിക്കാൻ കുട്ടിരാമൻ്റെ ഭാര്യയ്ക്ക് പോലും കഴിയുമായിരുന്നില്ല. അവളെ സ്വന്തം മുറിയിലിട്ട് പൂട്ടി സംഹാര താണ്ഡവത്തിനൊരുങ്ങിയ 11 നാത്തൂന്മാരും അന്നു തറവാട്ടിലും കളരി നടയിലും അന്തിത്തിരി കൊളുത്താത്ത അശുഭ മുഹൂർത്തമൊരുക്കി. അടുത്ത ദിവസം പടജയിച്ച് പടഹധ്വനിയോടെ തിരിച്ചെത്തിയ ആങ്ങളമാരെ വഴിമധ്യേ തടഞ്ഞു നിർത്തി തറവാട്ടിൽ നേർപ്പെങ്ങൾ നടത്തിയ തേർവാഴ്ചയുടെ നുണക്കഥകൾ നാത്തൂന്മാർ അറിയിച്ചതോടെ മറ്റൊരംഗത്തിന് ചുരുകിയെടുക്കാൻ ഒതുങ്ങിക്കൊണ്ട് ആങ്ങളമാർ തറവാട്ടിലേക്ക് വന്നു. കരഞ്ഞു വീർത്ത കണ്ണുകളും പാറിപ്പറന്ന തലമുടിയുമായി കത്തിച്ച വിളക്കുമെടുത്ത് കടന്നു വന്ന അരിയെറിഞ്ഞാദരിക്കാനൊരുങ്ങിയ പെങ്ങളോടവർ അലറിക്കൊണ്ടു പറഞ്ഞു. വേണ്ട വേണ്ട, നീ ഞങ്ങൾ കരിയെറിയേണ്ട, എല്ലാം ഞങ്ങൾ അറിഞ്ഞുമാക്കേ.